നമസ്കാരം. CPM കണ്ണപുരം ചുണ്ട ബ്രാഞ്ചംഗം കണ്ണപുരത്തെ അലിച്ചി വീട്ടിൽ റിജിത്ത് ശങ്കറിനെ BJP RSS പ്രവർത്തകരായ പ്രതികൾ കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടായിരുന്നു. രാഷ്ട്രീയ വിരോധം മാത്രമായിരുന്നു കാരണം. 2005 ഒക്ടോബർ 3-നാണ് റിജിത്തിനെ 10 അംഗ അക്രമി സംഘം ക്രൂരമായി കൊന്നത്. കൊലപാതകം നടന്നിട്ട് ഒക്ടോബറിൽ 20 വർഷം പൂർത്തിയാകും. ചുണ്ട തച്ചൻകണ്ടി ക്ഷേത്രത്തിനടുത്ത് വെച്ചാണ് CPM പ്രവർത്തകനായ റിജിത്തിനെ കൊലപ്പെടുത്തിയത്. കിണറിന് പിറകിൽ കടുവ ഇരപിടിക്കുന്നതിന് സമാനമായി ഒളിച്ചിരുന്ന 10 പേർ ആയുധവുമായി ചാടി വീണ് ആക്രമിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ റിജിത്തിനായില്ല. പ്രതികളിൽ ഒരാളായ സുധാകരൻ അക്രമത്തിന് തുടക്കമിട്ടു. ഒന്നിച്ചുണ്ടായിരുന്ന നികേഷിനെ കുത്തുന്നത് തടഞ്ഞ റിജിത്തിനെ ജയേഷ് കടാര കൊണ്ട് കുത്തി. ശരീരത്തിന്റെ പിറകിലാണ് കുത്തേറ്റത്. റിജിത്തിന് ചെറുകുന്ന് സെയിന്റ് മാർട്ടിൻ ഡി പോറസ് ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ നൽകി കണ്ണൂർ AKG ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. വളപട്ടണം CA ആയിരുന്ന TP പ്രേമരാജനാണ് അന്വേഷണം നടത്തിയത്. ഈ മാസം 4-ന് റിജിത്ത് വധക്കേസിൽ 9 RSS BJP പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 10 പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ 3-ാം പ്രതി അജേഷ് വാഹനാപകടത്തിൽ മരിച്ചു. കണ്ണപുരം ചുണ്ട സ്വദേശികളായ വൈക്കോടൻ വീട്ടിൽ സുധാകരൻ, കൊത്തില താഴെ വീട്ടിൽ ജയേഷ്, ചാങ്കുളത്ത് പറമ്പിൽ രഞ്ജിത്ത്, പുതിയപുരയിൽ അജീന്ദ്രൻ, ഇല്ലിക്കവളപ്പിൽ അനിൽകുമാർ, പുതിയപുരയിൽ രാജേഷ്, കണ്ണപുരം ഇടക്കേപ്പുറം സ്വദേശികളായ വടക്കേ വീട്ടിൽ ശ്രീകാന്ത്, സഹോദരൻ ശ്രീജിത്ത്, തെക്കേ വീട്ടിൽ ഭാസ്കരൻ എന്നിവർക്കാണ് ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്. കൊലയുടെ തലേദിവസം വൈകിട്ട് RSS ശാഖ നടത്തുന്നതിനെ ചൊല്ലിയുള്ള വാക്കേറ്റമാണ് അക്രമത്തിന് കാരണം. RSS ശാഖയിലേക്ക് അപരിചിതരായ ആളുകൾ ആക്രമിച്ചതായിരുന്നു പ്രതിഭാഗം വാദം. സംഭവം നടന്ന സ്ഥലം ശാഖയുടെ അടുത്തല്ലെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ഇത് കോടതി അംഗീകരിച്ചു. സുഹൃത്തുക്കൾക്കൊപ്പം നടന്നു പോകുമ്പോഴായിരുന്നു അക്രമം. സുഹൃത്തുക്കളായ KV നികേഷ്, RS വികാസ്, KN വിമൽ എന്നിവർക്ക് അക്രമത്തിൽ പരിക്കേറ്റു. നികേഷിന്റെ പരാതിയിലാണ് കേസെടുത്തത്. വാക്കത്തി, കടാര, വടിവാൾ, വലിയ കടാര, സ്റ്റീൽ പൈപ്പ്, ഉറയോടുകൂടിയ വാൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു കൊല. ആക്രമിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ 3 ഇടത്തു നിന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ പരിസരം, ഒരു വീട്ടിലെ മടൽ കൂമ്പാരം, നീലിയാർക്കോട്ട മരത്തിന് സമീപം എന്നിവിടങ്ങളിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. അന്യായമായി സംഘം ചേർന്ന അക്രമം, ആയുധവുമായി സംഘം ചേർന്നു, അന്യായമായി തടഞ്ഞുവെച്ചു, ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചു എന്നീ കുറ്റങ്ങൾക്കും പ്രതികൾ കുറ്റക്കാരാണ്. 1, 2, 4, 5, 6, 10 പ്രതികൾ ആയുധം കൈവശം വെച്ചതിനും കുറ്റക്കാരാണ്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. പ്രതികളിൽ 6 പേർ സഹോദരങ്ങളാണ്. 2, 3 പ്രതികളും 5, 7, 8, 9 പ്രതികളും സഹോദരങ്ങളാണ്. കൊലപാതകം നടന്നിട്ട് 19 വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി പറഞ്ഞത്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ശേഷം ശിക്ഷ ഇളവ് നൽകണമെന്ന് പ്രതികൾ ജഡ്ജിയോട് പറഞ്ഞു. ഭാര്യ മരിച്ചു, മകൻ മാത്രമേ ഉള്ളൂവെന്ന് 10-ാം പ്രതി TV ഭാസ്കരൻ. സഹോദരങ്ങൾ പ്രതിയായതിനാൽ വീട്ടുകാരെ സംരക്ഷിക്കാൻ ആളില്ലെന്ന് 9-ാം പ്രതി ശ്രീജിത്ത്. സഹോദരൻ ശ്രീകാന്തും പ്രതിയാണ്. അമ്മ മാത്രമേ ഉള്ളൂ. സഹോദരൻ മരിച്ചു, അതിനാൽ ശിക്ഷയിളവ് നൽകണമെന്ന് 2-ാം പ്രതി ജയേഷും. ജയേഷിന്റെ ഇരട്ട സഹോദരൻ കേസിൽ പ്രതിയായിരുന്ന അജേഷ് സംഭവശേഷം വാഹനാപകടത്തിൽ മരിച്ചു. കണ്ണപുരം ചുണ്ടയിൽ പാവപ്പെട്ട തൊഴിലാളി കുടുംബാംഗമായ റിജിത്ത് കണ്ണപുരത്തെയും ചുണ്ടയിലെയും CPM പ്രവർത്തകനായിരുന്നു. ചെറുപ്പത്തിലെ കുടുംബം പോറ്റാൻ നിർമ്മാണ തൊഴിലിൽ ഏർപ്പെട്ട റിജിത്ത് പാർട്ടി പ്രവർത്തനങ്ങളിലും വർഗ ബഹുജന സംഘടനാ പ്രവർത്തനങ്ങളിലും കലാകായിക സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം രാത്രി വീട്ടിലേക്ക് നടന്നുപോയ റിജിത്തിനെ RSS BJP പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. 2005 ഒക്ടോബർ 3-ന് രാത്രി 7:45-ന് തച്ചൻകണ്ടിയാൽ ക്ഷേത്രത്തിനടുത്തായിരുന്നു ആക്രമണം. ഒപ്പമുണ്ടായിരുന്ന DYFI പ്രവർത്തകർ KV നികേഷ്, RS വികാസ്, KN വിമൽ എന്നിവർക്കും പരിക്കേറ്റു. വെട്ടേറ്റ റിജിത്തിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. അതേസമയം വിധിയിൽ സന്തോഷമില്ലെങ്കിലും അല്പം ആശ്വാസമുണ്ടെന്ന് റിജിത്തിന്റെ അമ്മ പ്രതികരിച്ചു. എനിക്ക് നഷ്ടപ്പെട്ട മോനെ തിരിച്ചു കിട്ടില്ലല്ലോ, അത് തിരിച്ചു കിട്ടിയാലല്ലേ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കൂ. എങ്കിലും അല്പം ആശ്വാസമുണ്ടെന്ന് അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു.